ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നു. നമ്മൾ രണ്ടുപേരും ഇന്ന് ഇത് ചെയ്യാൻ കഴിയുന്നതിന് കാരണം എന്താണെന്ന് നോക്കിയാൽ സർവശക്തനായ ദൈവം നമ്മൾക്ക് തന്ന മാതാപിതാക്കളാണ്. മാതാപിതാക്കളില്ലാതെ ആരും ജനിക്കുന്നില്ലെന്ന്. അപ്പോൾ ഈ മാതാപിതാക്കൾ നമ്മളതിനെ വളർത്തി വലുതാക്കി ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടായിരിക്കും. അതവിടെ നിൽക്കട്ടെ. അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എന്തുകൊണ്ട് വേണം എന്ന് ചിന്തിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അത് എന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഈ 9 മാസം അവിടെ വയറ്റിൽ ചുമന്ന് നടന്നു. അത്ര സുഖമുള്ളൊരു പരിപാടിയൊന്നുമല്ല അത്. വളരെ പെയിൻഫുള്ളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന, ശാരീരികമായും മാനസികമായും ഒക്കെ അസ്വസ്ഥതയിൽ വരുന്ന കുറേ സമയങ്ങളാണത്. ആ സമയത്ത് അമ്മയെ സംരക്ഷിക്കാനും അമ്മയെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പിതാവും അതിനുവേണ്ടി മാനസികമായും ശാരീരികമായും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉപേക്ഷിക്കുന്നു. നമുക്ക് വേണ്ടി പല യാത്രകളും അവർ വേണ്ടാന്ന് നിൽക്കുന്നു. അതുപോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ ത്യാഗം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ആ അമ്മയ്ക്ക് വരുന്നത്. അതേപോലെ തന്നെ അമ്മയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പനും വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് ആ സ്ത്രീ കടന്നു പോകുന്ന വേദന, ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഒരു എല്ലൊടിയുമ്പോൾ ഉള്ള വേദനയാണ് സാധാരണ നിലയ്ക്കൊരു മനുഷ്യന് ഏറ്റവും വലിയ വേദന. 20 എല്ലുകൾ ഒരുമിച്ചൊടിയുമ്പോഴുള്ള ആ ഒരു വേദനയിൽ കൂടെയാണ് ആ അമ്മ കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്നത് മാത്രമല്ല, അതിൽ അവർ ഒരു ജീവൻ മരണ പോരാട്ടമാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു മരിച്ച് ജീവിച്ച് വരുന്ന രീതിയിലാണ് ഒരു പ്രസവം കഴിഞ്ഞ് വരുന്ന ഒരു നമ്മുടെ അമ്മ എത്തിവരുന്ന സ്ഥലം. അങ്ങനെ വന്നിട്ടുള്ള ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നമ്മളതിനെ പിന്നെ വളർത്തി വലുതാക്കിയ ആ സമയമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ ഈ ഒരൊറ്റ ഇൻസിഡൻറ്റിൽ? അപ്പോൾ അവരോട് ആത്മാർത്ഥമായി സ്നേഹം ഉണ്ടാവുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കുക. ഇനി ഇതുവരെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഇറ്റ്, ഓക്കെ. അല്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ സ്നേഹം പ്രകടിപ്പിച്ച് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക, ഓക്കെ. ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് നല്ല മാനസിക സന്തോഷം ലഭിക്കും. മാനസികമായി നമ്മൾ ശക്തിപ്പെടും. ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെടും. So keep smiling and stay positive.